ജയിച്ചു കഴിഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ പ്രമുഖ നേതാക്കന്മാരും നിങ്ങൾ പത്രക്കാരും എല്ലാം കൂടെ ഒരുമിച്ച് വിളിച്ചൊരു ആഘോഷം വെക്കണം. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. പാണ്ടിക്കരിമ്പാറ പോലെ എവിടെയോ ഇരുന്ന് ഒരു ബന്ധവുമില്ലാത്ത ഞാൻ എന്നെ പിടിച്ചതില് ഇങ്ങനൊരു കർത്തവ്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തിട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണേയുള്ളു. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. അയ്യോ, അത്രക്ക് കടുത്ത തീരുമാനമൊന്നും വേണ്ട. അത്രക്ക് ഉറപ്പുണ്ടോ നമ്മൾ ജയിക്കുന്നു? അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഗോവിന്ദ ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൽ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേഴ്സ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ. 3-ാം സ്ഥാനത്താണ്, താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നീ ഒരു 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. 2026 മെയ് 4-ാം തീയതി നമ്മൾ വിജയിച്ചതിന് ശേഷം നോക്കിക്കൊണ്ടിരുന്നു 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി കുട്രേല മണ്ഡലത്തിന് കാലുകുത്തിയിരിക്കും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? നരേന്ദ്രമോദിജി കുട്രേല മണ്ഡലത്തിന് കാലുകുത്തിയിരിക്കും. പിന്നെ നീ വിളിച്ചാലോട്ട് വരാൻ കേള് നിന്റെ അളിയന്മാരല്ലേ. നമ്മൾ വിജയിച്ചതിന് ശേഷം അങ്ങനെ ചോദിച്ചാൽ പറയാം എനിക്ക് 19 സീറ്റും കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. തെക്കോട്ട് നോക്കിയിരുന്നോ? കേരളം UDF തൂക്കി.